ഞാൻ ഒരു കാര്യം പറയട്ടെ, നിസ്സാര കാരണമല്ല ഇത് എന്നുകൂടി എനിക്കൊന്ന് ചെറുതായി തിരുത്തേണ്ടി വരും. ഇതും ഏതാണ്ട് ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങളും വളരെ പ്രധാനപ്പെട്ടതും ഗുരുതരവുമാണ്. നമ്മുടെയൊക്കെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു ദുർഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആരോഗ്യ മേഖലയെ കുറിച്ച് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന വിഷയത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. ഇത് ശുദ്ധമായിട്ടുള്ള ഗുണ്ടായിസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടാനുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബോധപൂർവമായ ശ്രമമാണ് എന്നതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ സൃഷ്ടിച്ചതായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് ഇതുപോലെയൊക്കെയുള്ള ചില ഗുണ്ടായിസ പരിപാടികളിലൂടെ ജനശ്രദ്ധ പലതരത്തിലേക്ക്, പല വഴിയിലേക്ക് തിരിച്ചുവിടുക എന്ന് പറയുന്ന ഒരു ഗൂഢശ്രമവും ഇതിന്റെ പിന്നിലുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിലെ സർവകലാശാലയിൽ ഇപ്പോൾ നടക്കുന്നത്? തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നത്? ഇന്നലെ വരെ SFI രംഗത്തുണ്ട്. കേരളത്തിന്റെ സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിൽ ചരിത്രത്തിലുണ്ടാകാത്ത വിധം ഇടിച്ചു കയറി കൈയടക്കി ഒരുതരം ഗുണ്ടായിസം കാട്ടിയതിന്റെ ബാക്കി പത്രമായിട്ടാണല്ലോ ഇപ്പോൾ DYFIയും രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. കേരളത്തിലെ 13 സർവകലാശാലകളിൽ 12 വൈസ് ചാൻസലർമാരില്ല. ഞാൻ ഇതുപോലെ ഒരു മറ്റൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, ഈ 12 വൈസ് ചാൻസലർമാർ ഇല്ലാത്തതിന്റെ ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ്. കാരണം UGC നിബന്ധന പ്രകാരം വൈസ് ചാൻസലറെ നിയമിക്കണം എന്നുണ്ടെങ്കിൽ സെനറ്റിന്റെ ഒരു പ്രതിനിധി ആ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകണം. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും സെനറ്റ് ഇടതുപക്ഷ അനുഭാവികളുടെ ഭൂരിപക്ഷമുള്ള സെനറ്റാണ്. അവർ നാളിതുവരെ ചാൻസലർ ആവശ്യപ്പെട്ടിട്ടും അവരുടെ പ്രതിനിധിയെ അയച്ചിട്ടില്ല. എന്തുകൊണ്ട് അവർ അയക്കുന്നില്ല? അപ്പോൾ ബോധപൂർവമായി വൈസ് ചാൻസലർമാർ രാഷ്ട്രീയ പാർട്ടികളുടെ ഭിക്ഷാന്തേഹികളാകണം, അവർക്ക് താല്പര്യമുള്ളവരെ വൈസ് ചാൻസലർമാരാക്കണം എന്നതിന്റെ പേരിലാണ് ഈ വൈസ് ചാൻസലർ നിയമനം ഇപ്പോൾ തടയപ്പെട്ട് കിടക്കുന്നത്. എന്നിട്ട് അവർ തന്നെ അതിനെതിരായി സമരം ചെയ്തിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെയൊക്കെ ഒരുമാതിരി വിഡ്ഢികളാക്കുന്ന ഒരു സമരമുറയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവിടെ ഒരേ സമയത്ത് 2 രജിസ്ട്രാർമാരുണ്ടായിരിക്കുക, സിൻഡിക്കേറ്റ് അംഗങ്ങളാണെങ്കിൽ പല തട്ടിലേക്ക് നിൽക്കുക, അവർ ആളുകളെ നിയോഗിക്കുക തുടങ്ങിയതായിട്ടുള്ള ഈ കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ കേരളത്തിന്റെ മുത്തശ്ശി സർവകലാശാലയായ കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റ് സർവകലാശാലകളിലേക്കൊക്കെ വ്യാപിക്കാൻ പോവുകയാണ്. ഒരു കാര്യം പറയാം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന തരിപ്പണമായി കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് വിദ്യാഭ്യാസം വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് പോകുന്നു, ഉന്നത വിദ്യാഭ്യാസ രംഗം അനുദിനം ഗുണമേന്മയുള്ളതാകുന്നു എന്നൊക്കെ പറയുന്ന അർത്ഥമില്ലാത്തതായിട്ടുള്ള ഒരുതരം ഗീർവാണങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പുരപ്പുറത്ത് കയറി ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയരുകയില്ല. അതുകൊണ്ട് ഈ കാട്ടുന്നതായിട്ടുള്ള കോപ്രായം അവസാനിപ്പിച്ച് ചാൻസലറായിരിക്കുന്ന ഗവർണറുമായി നിലവിലുള്ള ചട്ടങ്ങൾ അനുസരിച്ച് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം കണക്കിലെടുത്തുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം പോഷക സംഘടനകളെ ഇതുപോലെ കല്ലും വടിയും കൊടുത്ത് ഗുണ്ടായിസം നമ്മൾ കണ്ടതാണല്ലോ. പോലീസിന്റെ കയ്യിലിരിക്കുന്ന ലാത്തി വാങ്ങിച്ചാണ് SFI നേതാക്കന്മാർ അവിടെ പ്രകടനം നടത്തിയത് കേരളത്തിന്റെ സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിൽ. ഇങ്ങനെയുള്ള ഒരു സംഗതി കൊണ്ട് ജനം കണ്ടുകൊണ്ട് നിൽക്കുകയില്ല. പൊതുസമൂഹം പ്രതികരിച്ചും ഈ പറഞ്ഞതുപോലെ അമ്മാവ ഞങ്ങളെ തല്ലണ്ട, ഞങ്ങൾ ഒരിക്കലും നന്നാവില്ല എന്നുള്ള പഴഞ്ചൊല്ലി ഓർപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ CPMന്റെ പ്രവർത്തനം. അവരിപ്പോൾ പോഷക സംഘടനകളെ ഗോദയിലിറക്കിയിരിക്കുന്നു. അതിഗൗരവമായ ക്രമസമാധാന പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകാൻ പോവുകയാണ്. നമ്മുടെ തലസ്ഥാനത്തും അതിന്റെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങി. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ വളരെ ഗൗരവമുള്ളതാണ്. പൊതുസമൂഹം കൂടി ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മളെ പോലെയുള്ള അനേകായിരം ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയും അവരുടെ മാതാപിതാക്കളുടെ ആശങ്കയും ഒരിക്കലും അവസാനിക്കുകയില്ല എന്നാണ് എനിക്ക് പ്രഥമ ദൃഷ്ട്യാ പറയാനായിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.